അതായത് 58 74 കൂടിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ റേറ്റ് വ്യത്യാസം. ഇപ്പോഴും പല ആളുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന 1000 സ്ക്വയർ ഫീറ്റ് വീട് 10 ലക്ഷത്തിന് ചെയ്യാം എന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് 5.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചെലവ് വരും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്ന് വിശദീകരിക്കുന്ന വീഡിയോസിൽ ചില കമന്റുകൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഞങ്ങൾ പറയുന്ന റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ സാധാരണ ചെയ്യുന്ന വർക്കുകളുടെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് യൂട്യൂബിൽ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ പല ആൾക്കാരും പറയുന്ന റേറ്റ് ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത 1-2 മാസങ്ങളിലായിട്ട് നിർമ്മാണ ചെലവ് നല്ല രീതിക്ക് കൂടാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞൊരു 3 മാസത്തിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ 5 സൈറ്റുകളിൽ കോൺക്രീറ്റിംഗ് ഉണ്ടായിരുന്നു. ബജറ്റായിട്ട് ചെയ്യുന്ന വീടുകളാണ്. അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൈരളി, കല്ലിയത്ത് ഈ ബ്രാൻഡുകളുടെ ഒക്കെ സ്റ്റീലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് 58 രൂപയായിരുന്നു സ്റ്റീലിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പോ ഞങ്ങളുടെ അടുത്ത ആഴ്ച ഒരു കോൺക്രീറ്റ് ഉണ്ട്, മെയിൻ വാർപ്പ് ഉണ്ട്. അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് സ്റ്റീലിന്റെ റേറ്റ് എടുക്കുന്ന സമയത്ത് 74 രൂപയാണ് കിലോ. അതായത് 58 74 കൂടിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ റേറ്റ് വ്യത്യാസം. ഇതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിനും കോസ്റ്റ് കൂടിയിട്ടുണ്ട്. സിമെന്റിനും കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് 300 രൂപ താഴെയായിരുന്നു സിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 320 330 എന്നുള്ള രീതിയിലൊക്കെയാണ് സിമെന്റിന്റെ കോസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ എല്ലാ മെറ്റീരിയൽസിനും കോസ്റ്റ് കൂടുന്നുണ്ട്. ഇപ്പോഴും പല ആളുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന 1000 സ്ക്വയർ ഫീറ്റ് വീട് 10 ലക്ഷത്തിന് ചെയ്യാം എന്നുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളെ പല ആളുകളും വിളിക്കുന്നത്. അപ്പോൾ റേറ്റ് പറയുന്ന സമയത്ത് പലരും പറയും ആ വീഡിയോയിൽ അങ്ങനെയാണ് 5 ലക്ഷത്തിന് വീട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ വെറുതെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ശരിക്കും വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ചിലവുള്ള പരിപാടി തന്നെയാണ്. അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞത്. എൻ്റെ പേര് ഹനീർ എന്നാണ്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ 1950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ നിർമ്മാണ ചെലവാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതേ ഏരിയ വരുന്ന വീടുകൾ ഇതേ റേറ്റിന് തന്നെ ചെയ്യാം എന്നൊന്നും ഞങ്ങൾ എവിടെയും അവകാശപ്പെടുന്നില്ല. അത് കുറവിനും കൂടുതലും ചെയ്യാം. അത് എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. വീടിന്റെ പ്ലാൻ, സൈറ്റ് കണ്ടീഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെ അനുസരിച്ച് വീടിന്റെ നിർമ്മാണ ചെലവ് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലാതെ 1000 സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ഫിക്സഡ് റേറ്റിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഫിക്സഡ് സ്ക്വയർ ഫീറ്റ് റേറ്റിലും ഒരിക്കലും ഒരു വീട് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരുമെന്നുള്ളത് നോക്കാം. അതിനുശേഷം വീടിന്റെ പ്ലാനും ഡിസൈനുകളും ഒന്ന് കാണാം. ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ കോസ്റ്റ് 4,42,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇത് നമ്മൾ PCC കോൺക്രീറ്റ് വരെയുള്ള റേറ്റ് ആണ് പറയുന്നത്. ബെൽറ്റ് അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് 4,40,000 എന്ന് പറയുന്നത്. എർത്ത് വർക്ക് 19-20 രൂപയോളം നമുക്ക് വരും. 20,000 രൂപയുടെ അടുത്ത് വരും. അടുത്തത് കരിങ്കല്ലിന്റെ വർക്കറബിൾ വർക്ക് 1,96,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 96,000 രൂപ. എർത്ത് ഫില്ലിംഗ് 67,000 രൂപ. ഈ എർത്ത് ഫില്ലിങ്ങിന്റെ കേസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു 67,000 നമുക്ക് ഒരു ലേബർ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അതല്ല നമ്മൾ പുറമേ നിന്നാണ് മണ്ണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് കോസ്റ്റ്ലി ഡിഫറൻസ് ഉണ്ടാവും. പിന്നീട് വരുന്നത് അതിന് മുകളിൽ വരുന്ന കോൺക്രീറ്റിംഗ് 61,000 രൂപ. ഇത് 1,140 സ്ക്വയർ ഫീറ്റിന്റെ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 4,42,000 രൂപ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ബ്രിക്ക് വർക്ക് 6,76,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 2,30,000 രൂപ. റൂഫ് സ്ലാബ് 5,90,000 രൂപ. അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ 2 നിലകളിലായിട്ട് വാർക്ക കഴിയുന്ന സമയത്ത് നമുക്ക് 19,40,000 രൂപ ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് പ്ലാസ്റ്ററിങ് 4,50,000 രൂപ. പെയിന്റിങ് 3,31,000 രൂപ. ടൈല് 3,97,000 രൂപ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 4,13,000. ഡോർസ് ആൻഡ് വിൻഡോസ് 3,91,000. പിന്നീട് ഒരു 1,70,000 രൂപയോളം എക്സ്ട്രാ ഇതിന്റെ ഡിസൈൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ നമുക്ക് 41 ലക്ഷം രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 2,105 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ കാര്യം പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല.
നമ്മൾ ടോട്ടൽ വീടിന്റെ ഒരു ബജറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റേറ്റ് ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുകൾ വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു വീടിന്റെ പ്ലാൻ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ, ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ റൂം വരുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 1140 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 350-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ ഉള്ളത്. അടുത്തായിട്ട് ലിവിംഗ് ഏരിയ ആണ്. 350-330 അതാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സ്റ്റെയർ റൂം വരുന്നുണ്ട്. ഇവിടെ കിച്ചൺ വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇതാദ്യത്തെ ബെഡ്റൂം ആണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. 360-360 എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 808 സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകൾ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ കൊടുത്തിട്ടുള്ളത്. 360-330 എന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 360-360 എന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഭാഗത്തായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ് കാണാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് പോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.